ഹായ് ഓൺ. ഇന്ന് നമ്മൾ പോളിനോമിയൽസ് പറഞ്ഞ ചാപ്റ്റർ ആണ് നോക്കുന്നത്. അതിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ ആണ്. ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ. ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്, പി ഓഫ് എക്സ് ആണ് വിചാരിച്ചോളൂ. പി ഓഫ് എക്സ് ആണ് പോളിനോമിയൽ എങ്കിൽ ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ പറഞ്ഞാൽ ഹൈയസ്റ്റ് power of x in the polynomial p of x. p of x എന്ന് പറഞ്ഞ പോളിനോമിയലിലെ ഹൈയസ്റ്റ് പവർ ഓഫ് x ആണ് അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. x raised to 5 plus x raised to 3 plus 2x plus 1. ഇതാണ് നമ്മളുടെ പോളിനോമിയൽ. ഇതിനെ നമുക്ക് എന്ത് പറയാം, എക്സിന്റെ ടേംസിലായതുകൊണ്ട് ഇതിനെ നമുക്ക് പി ഓഫ് എക്സ് എന്ന് പറയാം. ഓക്കെ, ഇത് മൊത്തം എക്സിന്റെ ടേംസ് ആയതുകൊണ്ട് പി ഓഫ് എക്സ് എന്ന് പറയാം. ഇതിപ്പോ വൈന്റെ ടേം ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പി ഓഫ് വൈ എന്ന് പറഞ്ഞാല് y റൈസ് ടു 3 പ്ലസ് 5y. ഇത് മൊത്തം വൈന്റെ ടേംസിലാണ്, അതുകൊണ്ട് നമുക്ക് പി ഓഫ് വൈ എന്ന് പറയാം. ഇപ്പൊ നമുക്ക് ഈ പോളിനോമിയൽ എടുക്കാം, പി ഓഫ് എക്സ്. അതിൽ എക്സിന്റെ ഹൈയസ്റ്റ് പവർ എത്രയാണ്? ഇവിടെ 5 ഉണ്ട്, ഇവിടെ 3 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 0 ആണ്. അപ്പൊ ഹൈയസ്റ്റ് പവർ ഓഫ് എക്സ് എന്താ? ഡിഗ്രി ഈക്വൽ ടു 5. പി ഓഫ് ഐ ഇവിടെ y ക്യൂബ് പ്ലസ് 5y, അപ്പോൾ ഇവിടെ y ക്യൂബ് ആണ്. അപ്പൊ ഡിഗ്രി എത്രയാ? 3 ആണ്. ഡിഗ്രി ഈക്വൽ ടു 3. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലീനിയർ പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ക്യൂബിക് പോളിനോമിയൽ പറഞ്ഞ 3 കാര്യങ്ങളാണ്. അതിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ലീനിയർ പോളിനോമിയൽ എന്താണെന്ന് നോക്കാം. ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞാല് ഡിഗ്രി 1 ആണ്. ഡിഗ്രി ഈക്വൽ ടു 1. ഡിഗ്രി 1 ആയതിന്റെ ഒരു ജനറൽ ഫോമാറ്റ് ആണ് ഞാൻ പറയുന്നത്. പി ഓഫ് എക്സ് ഈക്വൽ ടു ax plus b where a not equal to 0. എക്സിന്റെ ടേം ഉണ്ടാവണം, അതുകൊണ്ട് a not equal to 0 ആവണം. ax plus b എന്നുള്ള ഇക്വേഷനിൽ ഡിഗ്രി പറയുന്നത് 1 ആണ്, അതുകൊണ്ട് ഇത് ലീനിയർ പോളിനോമിയൽ ആണെന്ന് നമുക്ക് പറയാം. അടുത്ത എന്താ? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ പറഞ്ഞാൽ ഡിഗ്രി 2 ആണ്. ഡിഗ്രി ഈക്വൽ ടു 2. അപ്പൊ അതിന്റെ ഒരു ജനറൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ആണെങ്കിൽ നമുക്ക് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി വേർ എ നോട്ട് ഈക്വൽ ടു 0. ഇവിടെ എക്സ് സ്ക്വയറിന്റെ ടേം 0 ആയി പോകാൻ പാടില്ല, അതുകൊണ്ട് നമുക്ക് എ നോട്ട് ഈക്വൽ ടു 0. ബി വേണമെങ്കിൽ 0 ആവാം, അതിന് പ്രശ്നമില്ല. അപ്പം എ എക്സ് സ്ക്വയർ പ്ലസ് സി എന്ന് വരും. അതുകൊണ്ട് നമുക്ക് ജനറൽ ഫോർമാറ്റിൽ എന്ത് പറയാം? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി വേർ എ നോട്ട് ഈക്വൽ ടു 0. അതിന്റെ ഡിഗ്രി 2 ആണ്. അതിനെ നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയും. ഇനി നമുക്ക് ക്യൂബിക് പോളിനോമിയൽ ആണ് നോക്കാനുള്ളത്. ക്യൂബിക് പോളിനോമിയൽ. ക്യൂബിക് പോളിനോമിയലിന്റെ ഡിഗ്രി 3 ആണ്. അതിന്റെ ജനറൽ ഫോർമാറ്റ് എന്താ? എക്സിന്റെ ടേമിലാണെങ്കിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി വേർ എ നോട്ട് ഈക്വൽ ടു 0. എക്സ് ക്യൂബിന്റെ ടേം 0 ആയി പോകരുത് എന്നേ ഉള്ളൂ. ബാക്കിയുള്ള ടേംസ് ഒക്കെ 0 ആയി പോയാലും പ്രശ്നമില്ല. എക്സ് ക്യൂബിന്റെ ടേം 0 ആയി പോകാൻ പാടില്ല, എന്നാലേ ക്യൂബിക് പോളിനോമിയൽ ആവുള്ളൂ. അപ്പൊ ഡിഗ്രി എന്താ? 3 ആണ്. ഒരു പോളിനോമിയലിന് ഹോൾ നമ്പേഴ്സ് മാത്രമേ പവർ ആയിട്ട് വരാൻ പാടുള്ളൂ എന്ന് നിർബന്ധമുണ്ട്. അതായത് പോളിനോമിയൽസ് can only have whole numbers as powers. പോളിനോമിയൽസിന് ഹോൾ നമ്പേഴ്സ് മാത്രമേ പവർ ആയിട്ട് വരാൻ പാടുള്ളൂ എന്ന് നിർബന്ധമുണ്ട്. അങ്ങനെ പറഞ്ഞാൽ എന്താ? പോളിനോമിയൽസ് എന്തൊക്കെയാ?
ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0, 1, 2, 3 അപ് ടു പോസിറ്റീവ് ഇൻഫിനിറ്റി വരെയുള്ള നമ്പേഴ്സ് ആണ് ഹോൾ നമ്പേഴ്സ്. ax3/2 പ്ലസ് x² പ്ലസ് 3 ആണ് നമ്മളുടെ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ എന്ന് വിചാരിച്ചോളൂ. ഇതൊരു പോളിനോമിയൽ ആണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഇവിടെ x3/2 ആണ്, 3/2 ഹോൾ നമ്പർ അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് നോട്ട് എ പോളിനോമിയൽ. ഓക്കെ, x3/2 ആയത് പവർ 3/2 ആണ്. സിൻസ് 3/2 ഈസ് നോട്ട് എ ഹോൾ നമ്പർ. ഇത് നോട്ട് എ പോളിനോമിയൽ കാരണം സിൻസ് 3/2 ഈസ് നോട്ട് എ ഹോൾ നമ്പർ. പിന്നെ നമുക്ക് വേറൊരു കേസ് നോക്കാം. x⁻⁵ പ്ലസ് x² പ്ലസ് 3x പ്ലസ് 1. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ എന്ന് വിചാരിച്ചോളൂ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ എങ്കിൽ ഇവിടെ x⁻⁻ മൈനസ് വാല്യൂ ഇവിടെ ഹോൾ നമ്പേഴ്സ് വരുമോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇതും നോട്ട് എ പോളിനോമിയൽ ആണെന്ന് പറയാം. സിൻസ് എന്താ കാരണം? -5 ഈസ് നോട്ട് എ ഹോൾ നമ്പർ. ഓക്കെ, നെഗറ്റീവ് വാല്യൂസ് വരാൻ പാടില്ല, ഫ്രാക്ഷൻസും വരാൻ പാടില്ല, അതേപോലെ റൂട്ട് ഒന്നും വരാൻ പാടില്ല. അത് ഹോൾ നമ്പർ ആയിട്ട് തന്നെ കിട്ടണം, എന്നാൽ മാത്രമേ അത് പോളിനോമിയൽ ആവുള്ളൂ. ഇനി നമുക്കൊരു പോളിനോമിയൽ p of x തന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചോളൂ. p of x തന്നിട്ടുണ്ട്. നമുക്കൊരു we have a real number k. k പറഞ്ഞ ഒരു റിയൽ നമ്പർ തന്നിട്ടുണ്ട്. kയില് p of x ന്റെ വാല്യൂ കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? p of k, അതായത് p of x ന് x ന്റെ സ്ഥാനത്ത് k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് p of k. ഇതിനെ നമ്മൾ എന്ത് പറയും? വാല്യൂ ഓഫ് p of x at x equal to k എന്ന് പറയും. p of k നെ നമ്മൾ വാല്യൂ ഓഫ് p of x at x equal to k. അതിന്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നമുക്ക് എക്സാമ്പിൾ p of x equal to നമുക്ക് 5x² plus 25 ആണ് തന്നെ വിചാരിച്ചോളൂ. 5x² plus 25 ആണ് നമുക്ക് p of x തന്നെ. നമുക്ക് k equal to 4 അതാണ് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ p of k എത്രയായിരിക്കും? p of k equal to 5 into x². 5 into k² എന്ന് പറഞ്ഞാൽ 4² plus 25 equal to 5 into 4² എത്രയാ? 5 into 16. 5 into 16 plus 25. 16 into 5 പറഞ്ഞാൽ 10 into 5 50. 5 into 6 പറഞ്ഞാൽ 30. അപ്പോൾ 80 plus 25 equal to 105. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള സീറോ ഓഫ് എ പോളിനോമിയൽ ആണ്. എന്താണ് സീറോ ഓഫ് എ പോളിനോമിയൽ? A value k is called the zero of a polynomial p of x if p of k equal to 0. അതായത് എന്താ പറയുന്നത്? p of x ൽ x ന്റെ വാല്യൂ സ്ഥാനത്ത് k ഇട്ട് കൊടുത്തിട്ട് p of k 0 ആയി കിട്ടുകയാണെങ്കിൽ ആ k ആ പോളിനോമിയലിലെ 0 ആണെന്നാണ് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം. p of x equal to 4x² minus 16 ആണെന്ന് വിചാരിച്ചോളൂ. നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ചെക്ക് വെദർ 2 is a zero of the given polynomial. Check whether 2 is the zero of a given polynomial. ഇവിടെ 2 കൊടുത്താൽ ഇത് 0 ആയിട്ട് കിട്ടുമെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? p of 2 ചെയ്ത് നോക്കാം. p of 2 equal to 4 into 2 square minus 16. 4 into 2 square എന്ന് പറഞ്ഞാൽ എത്രയാ? 4 into 4 minus 16.
4 into 4 16 minus 16 equal to 0. അപ്പം നമുക്ക് എന്ത് പറയാം? Implies 2 is a 0 of the given polynomial. 0 of the given polynomial 2 ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാല്യൂസ് ഒക്കെ വരാം. ഈ കേസിൽ 0 ഓഫ് ദ പോളിനോമിയൽ 2 ആണെന്ന് നമുക്ക് കിട്ടി. അതേപോലെ വേറെ നമ്പേഴ്സ് ഉണ്ടാവാം, അതിന് പ്രശ്നമൊന്നുമില്ല. ചിലപ്പോൾ 0 തന്നെ 0 ഓഫ് ദ ഗിവൻ പോളിനോമിയൽ ആയിട്ട് വേറെ ക്വസ്റ്റ്യൻസിലൊക്കെ വരാം. ഇവിടെ 0 ഇട്ടാൽ നമുക്ക് എന്ത് കിട്ടും? -16 വരാം. അതുകൊണ്ട് ഇവിടെ 0 ഓഫ് ദ ഗിവൻ പോളിനോമിയൽ അല്ല. ഇനി നമുക്കൊരു സ്പെഷ്യൽ കേസ് നോക്കാം. 0 ഓഫ് എ ലീനിയർ പോളിനോമിയൽ. 0 ഓഫ് എ linear polynomial. Linear polynomial എന്താ? We know that linear polynomial p of x equal to ax plus b where a not equal to 0. ax plus b where a not equal to 0. ഇതാണ് നമ്മളുടെ linear polynomial. അത് p of k equal to 0 ആണെങ്കിൽ p of k equal to 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? a into k plus b equal to 0. ഓക്കെ, അതായത് a into k equal to minus b, k equal to minus b by a. അതായത് എന്താ പറയുന്നത്? ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്. നെഗറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് ടേം ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്. അതാണ് നമ്മളുടെ 0 ഓഫ് ദ ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് എന്ത് പഠിക്കാം? ജോമെട്രിക് മീനിങ് ഓഫ് ദ സീറോസ് ഓഫ് എ പോളിനോമിയൽ. സീറോസ് ഓഫ് എ പോളിനോമിയലിന്റെ ജോമെട്രിക് മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ലീനിയർ പോളിനോമിയൽ കൺസിഡർ ചെയ്യാം. ലീനിയർ പോളിനോമിയൽ. ലീനിയർ പോളിനോമിയൽ എന്താ? p of x equal to p of x ആണെങ്കിൽ ax plus b where a not equal to 0. ഇത് നമ്മളുടെ ജനറൽ ഇക്വേഷൻ. p of x നമുക്ക് എന്തും കൂടി എഴുതാം? ഈക്വൽ ടു y എന്ന് എഴുതാം. ഓക്കെ, ഇതിന് നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. y ഈക്വൽ ടു 2x plus 3. ലീനിയർ പോളിനോമിയലിന്റെ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാം? കിട്ടുന്ന ഫിഗർ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് എക്സിന്റെ ടേം, ഇത് വൈന്റെ ടേം, ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 into 0, എക്സിന്റെ ടേം 0 ആകുമ്പോൾ വൈന്റെ ടേം എത്രയാന്ന് നോക്കാം. 2 into 0 എന്ന് പറഞ്ഞാൽ എത്രയാ? 0 പ്ലസ് 3, അപ്പൊ y ഈക്വൽ ടു 3. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? -1 ഇട്ടോളാം. 2 into -1 -2 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ -1 1 ആണ് വരാം. 2 ടേം മതി. 2 പോയിന്റ് ഇട്ട് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വരച്ചൂടെ? അങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെയാ വരുന്നത് നോക്കാം. എക്സിന്റെ വാല്യൂ 0 ആണെങ്കിൽ വൈന്റെ വാല്യൂ 3 ആണ്. എക്സിന്റെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ ഇവിടെ, അതിന്റെ വൈന്റെ വാല്യൂ എത്രയാ? 3 ആണ്. ഇതാണ് നമ്മളുടെ ആദ്യത്തെ പോയിന്റ്. പിന്നെ എക്സിന്റെ വാല്യൂ -1 ആവുമ്പോൾ വൈന്റെ വാല്യൂ 1. എക്സിന്റെ വാല്യൂ -1 ആവുമ്പോൾ വൈന്റെ വാല്യൂ 1. ഇതാണ് നമ്മളുടെ 2 പോയിന്റ്. അപ്പൊ അത് കണക്ട് ചെയ്യുന്ന ലൈൻ വരച്ചാൽ മതി. ഇതാണ് നമ്മളുടെ ലൈൻ. ഏത് ലൈൻ? y ഈക്വൽ ടു 2x plus 3 എന്ന് പറഞ്ഞ ലൈൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? 0 ഓഫ് എ ലീനിയർ പോളിനോമിയൽ എന്താ? ഈക്വൽ ടു -b by a ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് മൈനസ് കോൺസ്റ്റന്റ് ടേം ബൈ കോഎഫിഷ്യന്റ് ഓഫ് x. ഇവിടെ കോൺസ്റ്റന്റ് ടേം എന്താ? 3. അപ്പം -3 by 2, കോഎഫിഷ്യന്റ് ഓഫ് x എന്ന് പറഞ്ഞാൽ 2, -3 by 2 ആണ്. ഇവിടെ 0 ഓഫ് എ ഗിവൻ പോളിനോമിയൽ എന്താ? ജോമെട്രിക് ആയിട്ട് നോക്കുമ്പോൾ 0 ഓഫ് എ ഗിവൻ പോളിനോമിയൽ, 0 ഓഫ് എ ഗിവൻ ലീനിയർ പോളിനോമിയൽ ഈസ് ദ x coordinate where the line intersects
the x-axis. എന്താണ് സീറോ ഓഫ് എ ഗിവൻ ലീനിയർ പോളിനോമിയൽ is the x coordinate where the line എന്ന് വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫ് എന്ന് പറയാം. ഗ്രാഫ് intersects the x-axis. x-axis-ആയിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന എക്സ് കോർഡിനേറ്റിനെയാണ് നമ്മൾ ഈ സീറോ ഓഫ് ദ ഗിവൻ പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എന്താ അവിടെ, -3/2 0. ഓക്കെ, അവിടെ -3/2 0 ആണ്. -3/2 ആണ് നമ്മളുടെ എന്ത്, സീറോ ഓഫ് എ ഗിവൻ ലീനിയർ പോളിനോമിയൽ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ കേസ് നോക്കാം. ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ജനറൽ ഇക്വേഷൻ എന്താ, p of x equal to ax square plus bx plus c where a not equal to 0. ഇതിന്റെ ഗ്രാഫ് എങ്ങനെയാ വരിക, പാരബോളയാണ് വരിക. ഗ്രാഫ് ഈസ് പാരബോളിക്. ഗ്രാഫ് എങ്ങനെ വരാം, ഗ്രാഫ് ഇങ്ങനെയും വരാം, ഗ്രാഫ് ഇങ്ങനെയും വരാം, പാരബോളായിട്ട്. ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. y equal to x square minus 3x minus 4. y equal to x square minus 3x minus 4 എന്ന് പറഞ്ഞതാണ് നമ്മളുടെ എന്ത്, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് വിചാരിച്ചോളൂ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം. ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, കോർഡിനേറ്റ്സ് കിട്ടണം. ആദ്യം നമ്മൾ x y -2 -1 0 1 2 3 ഇത്രയും പോയിന്റ്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള y കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടണം. അപ്പോൾ നമുക്ക് ഇത്രയും വാല്യൂ കിട്ടി. ഓക്കെ, ഇതിന്റെ കറസ്പോണ്ടിങ് ഗ്രാഫ് നമുക്ക് വരയ്ക്കാം. x -2 ആണെങ്കിൽ y +6 ആണ്. x -2 ആണെങ്കിൽ 2 3 4 5 6 y +6 അവിടെ കിട്ടി. x -1 ആണെങ്കിൽ y 0 ആണ്. x -1 ആവുമ്പോൾ y 0. x 0 ആവുമ്പോൾ y -4 ആണ്. x 0 ആവുമ്പോൾ y -4 ആണ്. x 1 ആവുമ്പോൾ y -6 ആണ്. x 1 ആവുമ്പോൾ y -6 ആണ്. x 2 ആവുമ്പോൾ -6 ആണ്. x 2 ആവുമ്പോൾ -6 ആണ്. x 3 ആവുമ്പോൾ -4 ആണ്. x 3 ആവുമ്പോൾ -4 എന്ന് പറഞ്ഞാൽ ഇവിടെ. അപ്പോൾ നമുക്ക് ഏകദേശ ഗ്രാഫ് കിട്ടി. ഇനി നമുക്കത് കണക്ട് ചെയ്യാം. ഇങ്ങനെ പോയി ഇങ്ങനെ വരും. ഇതാണ് നമ്മളുടെ പാരബോള. ഇവിടെ ഗ്രാഫ് എവിടെയാണ്, എവിടെയൊക്കെ എക്സ് ആക്സിസുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്, -1 0-ലും 4 0-ലും ആണ് ഗ്രാഫ് എക്സ് ആക്സിസുമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അപ്പം -1-ഉം 4-ഉം ആണ് എന്ത്, സീറോസ് ഓഫ് ദ ഗിവൺ പോളിനോമിയൽ. എക്സ് ആക്സിസുമായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മളുടെ 0 എന്ന് പറയുന്നത്. അത് എവിടെയാണ്, -1-ലും ഉണ്ട് 4-ലും ഉണ്ട്. ഇനി നമുക്ക് ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ജനറൽ കേസ് നോക്കാം. സീറോസ് ഏതൊക്കെ ടൈപ്പ് വരുന്നുണ്ട്. ആദ്യത്തെ കേസ് എന്താ, കേസ് 1 2 zeros വരും. 2 zeros 2 0 വരുന്ന കേസ് ഏതൊക്കെയാ, ഇപ്പം നമ്മൾ പഠിച്ചത്. അതായത് ഇങ്ങനെ വരുമ്പോ, അല്ലെങ്കിലോ ഇങ്ങനെ പാരബോള വരും. ഇവിടെയും 0 ഇവിടെയും 0, അതേപോലെ ഇവിടെയും 0 ഇവിടെയും 0. ഇങ്ങനത്തെ കേസസിലാണ് 2 0 വരാം. ഇനി രണ്ടാമത്തെ കേസ് എന്താ, എക്സാക്ട്ലി 1 0. കേസ് 2 എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി 1 0. ഒരു 0 മാത്രം വരുന്ന കേസ് എങ്ങനെയാ, ഇങ്ങനെ ആയിരിക്കും. എന്നിട്ടോ ഇത് ഇങ്ങനെ മുട്ടിക്കും. അപ്പൊ ഇവിടെ ഒറ്റ പോയിന്റ് മാത്രമേ മുട്ടുള്ളൂ, അതുകൊണ്ട് ഒറ്റ 0 ഉണ്ടാവുള്ളൂ. അതേപോലെ നമുക്ക് തലവത്തിന് വരയ്ക്കാം. ഓക്കെ, ഇത് വേണേൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങാം, പക്ഷെ ഒറ്റ പോയിന്റിൽ മാത്രമേ മുട്ടുള്ളൂ. അതേപോലെ ഇതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങാം, അതിന് പ്രശ്നമില്ല. ഇനി നമുക്ക് കേസ് 3 നോക്കാം. കേസ് 3 എന്താ, കേസ് 3 നോ 0 ഇല്ലാത്ത കേസും ഉണ്ട് എന്നാണ് പറയുന്നത്. 0 ഇല്ലാത്ത കേസ് എങ്ങനെയാ, ആദ്യത്തെ നമുക്ക് എക്സ് ആക്സിസ് ആയിട്ട് മുട്ടാൻ പാടില്ല, അപ്പൊ നമുക്ക് ഒന്നിച്ച് വരയ്ക്കാം. അതേപോലെയോ എക്സ് ആക്സിസ് ആയിട്ട് മുട്ടാതെ താഴത്തു കൂടി വരയ്ക്കാം. ഇങ്ങനെ രണ്ട് കേസസിൽ നോ 0 എന്നാണ് പറയുന്നത്.
അപ്പൊ നമുക്ക് എന്തൊക്കെ ഉണ്ട്? 2 സീറോകളുണ്ട്, 1 സീറോകളുണ്ട്, 1 സീറോയും ഇല്ലാത്തതുണ്ട്. അപ്പം ക്വാഡ്രാറ്റിക് പോളിനോമിയൽ can have at most, ആ വാക്കിന് പ്രത്യേകത ഉണ്ട്. അറ്റ്മോസ്റ്റ് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ 2 എന്നാണ്. അറ്റ്മോസ്റ്റ് 2 സീറോസ്. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൽ അറ്റ്മോസ്റ്റ് 2 സീറോസ് ആണ്. അതായത് ഏറ്റവും കൂടി പോയാൽ പോലും 2 സീറോസ് ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്യൂബിക് പോളിനോമിയലിന്റെ കേസ് നോക്കാം. ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയുന്നത് എന്താ? പി ഓഫ് എക്സ് ഈക്വൽ ടു ax cube plus bx square plus cx plus d where a not equal to 0. ഇതാണ് നമ്മളുടെ ജനറൽ ഇക്വേഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സാമ്പിൾ എടുത്ത് നോക്കാം. p of x equal to x cube minus 4x. x cube minus 4x എന്ന് പറഞ്ഞാൽ p of x ന്റെ ഗ്രാഫാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. x cube minus 4x ന്റെ ഗ്രാഫാണ് നമ്മളോട് കാണാൻ പറഞ്ഞതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നേരത്തെ പോലെ തന്നെ ടേബിൾ വരയ്ക്കാം. എക്സ് വൈ. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? -2 മുതൽ തുടങ്ങാം. -2 -1 0 1 2. അങ്ങനെ 3 സീറോ കിട്ടി. വൈൻ്റെ വാല്യൂ 3 പ്രാവശ്യം 0 ആയിട്ട് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഗ്രാഫ് വരച്ചു നോക്കാം. ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇതിൽ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. -2 നമുക്ക് എന്താ? 0 ആണ് കിട്ടിയത്. -1 3 ആണ് കിട്ടിയത്. 0 0 ആണ് കിട്ടിയത്. 1 -3 ആണ് കിട്ടിയത്. 2 0 ആണ് കിട്ടിയത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഗ്രാഫ് കിട്ടുന്നത് ഇങ്ങനെ പോയി ഇങ്ങനെ താഴത്തേക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നമുക്ക് ഗ്രാഫ് കിട്ടുന്നത്. അങ്ങനെ 1 2 3 3 സീറോസ് നമുക്ക് ഈ പോളിനോമിയലിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. 3 സീറോസ്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യും? y ഈക്വൽ ടു എക്സ് ക്യൂബ് ആണ് നമ്മൾ ചെയ്ത് നോക്കി വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 1 സീറോ മാത്രമുള്ള ഫിഗർ ആണ് നമുക്ക് കിട്ടുക. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇതിലെന്താ? 1 സീറോയെ ഉണ്ടാകും. ഒന്നുമില്ല. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ എക്സിന് ഒരു വാല്യൂ ഇട്ടെടുത്ത് വൈന് ഒരു വാല്യൂ ഇട്ടെടുത്ത് അങ്ങനെ കുറച്ച് നമ്പേഴ്സ് കിട്ടുമ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് ഇങ്ങനെയാണ് ഫിഗർ കിട്ടുക. അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? y ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് തന്നതെന്ന് വിചാരിച്ചോളൂ. അതിന്റെ കേസിൽ ഇതേപോലെ നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കിട്ടുന്ന ഒരു ഗ്രാഫാണ് വരിക. ഓക്കെ, ഇതിൽ എത്ര സീറോ ഉണ്ട്? ഇവിടെ മുട്ടുന്നുണ്ട്, ഇവിടെ മുട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താ? 2 സീറോസ് ഉണ്ടാവും എന്നാണ് പറയാം. 2 സീറോ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ട് എന്ത് പറയാം? എ cubic polynomial can have at most, ആ വാക്ക് ശ്രദ്ധിക്കണം, അറ്റ്മോസ്റ്റ് എന്നാണ്, അറ്റ്ലീസ്റ്റ് അല്ല, അറ്റ്മോസ്റ്റ്. ഏറ്റവും കൂടുതൽ അല്ലെ കൂടി പോയാൽ എന്താ? 3 സീറോസ്. ഒരു ക്യൂബിക് പോളിനോമിയലിന് 3 സീറോ വരെ മാക്സിമം ആവുള്ളൂ. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് പറയുമ്പോൾ എങ്ങനെയാ? ഇൻ ജനറൽ a polynomial of degree n meets the x-axis at most n points. That is, the polynomial can have at most n number of zeros. അതായത് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു n ഡിഗ്രി പോളിനോമിയൽ ആണെങ്കിൽ അറ്റ്മോസ്റ്റ് n സീറോസ് ഉണ്ടാവുമെന്നാണ് പറയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Look at the graphs below. Each is a graph of y equal to p of x, where p of x is a polynomial. For each of the graphs, find the number of zeros of p of x. എന്താ പറഞ്ഞിട്ടുള്ളത്? താഴെ തന്നിരിക്കുന്നതൊക്കെ p of x എന്ന് പറഞ്ഞ പോളിനോമിയലിന്റെ ഗ്രാഫ്സ് ആണ്. ഓരോന്നും y equal to p of x എന്ന് പറഞ്ഞ ഗ്രാഫ്സ് ആണ്. അതില് ഓരോന്നിനും എത്ര നമ്പർ ഓഫ് സീറോസ് ഉണ്ട് എന്നാണ് പറയേണ്ടത്. അത്രേ ഉള്ളൂ.
എത്ര നമ്പർ ഓഫ് സീറോസ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്താൽ മതി? ഈ ഗ്രാഫൊക്കെ എത്ര പ്രാവശ്യം എക്സ് ആക്സിസുമായിട്ട് മുട്ടുന്നുണ്ടെന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നോക്കാം. ഇവിടെ എക്സ് ആക്സിസായിട്ട് ഒരു പ്രാവശ്യം മുട്ടുന്നു, അപ്പൊ 1 0 എന്ന് പറയാം. ഇവിടെയോ 2 പ്രാവശ്യം മുട്ടുണ്ട്, അപ്പം 2 zeros. ഇവിടെയോ 1 2 3, അപ്പം 3 zeros. ഇവിടെയോ എക്സ് ആക്സിസുമായിട്ട് ഒരു പ്രാവശ്യം മുട്ടുന്നുള്ളൂ, അപ്പം 1 0. ഇതോ ഒരു പ്രാവശ്യം മുട്ടുന്നുള്ളൂ, അപ്പം 1 0. ഇവിടെ 1 2 3 4, അങ്ങനെ 4 zeros. ഓക്കെ,